Namaste children. Lesson 6, the junk seller. Have you ever met a kabriwali? A woman who sells junk. This is a true story told by Kiran, who has a junk shop in Patna. Kabriwali. Who is kabriwali? A woman who sells junk. Junk means വേസ്റ്റ് മെറ്റീരിയൽസ്. ഈ പാഴ് വസ്തുക്കളൊക്കെ വിൽക്കണ ഷോപ്പ് നടത്തുമായിരുന്നു കിരൺ. നമ്മളെ വീട്ടിലൊക്കെ വരാറുണ്ടല്ലേ ഈ വേസ്റ്റ്. ഇരുമ്പ്, പ്ലാസ്റ്റിക്, വേസ്റ്റായിട്ടിരിക്കുന്ന ഇരുമ്പ്, പ്ലാസ്റ്റിക്, അതൊക്കെ പറ്റും. അതല്ലേ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെന്നൊക്കെ. അതെല്ലാം കളക്ട് ചെയ്യാൻ നമ്മളെ വീട്ടിലെ ആളുകൾ വരും. അത് കളക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുക്കും. അതുപോലൊരു ഷോപ്പ് നടത്തുന്ന ആളാണ് കിരൺ. എവിടെയാണ് നടത്തണേ? ഇൻ പാറ്റ്ന. പാറ്റ്ന ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ദി സ്റ്റേറ്റ് ബീഹാർ. ബീഹാറിൻ്റെ ക്യാപിറ്റലാണ് പാറ്റ്ന. ഐ സ്റ്റഡീഡ് ഇൻ എ ഹിന്ദി മീഡിയം സ്കൂൾ ഇൻ മൈ വില്ലേജ്. സാധാരണ ഒരു ഹിന്ദി മീഡിയം സ്കൂളിലായിരുന്നു കിരൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈ ഫാദർ വാണ്ടഡ് ഗേൾസ് ടു സ്റ്റഡി ലൈക്ക് ബോയ്സ്. അതേ, കുറേ മുന്നേയൊക്കെ ആണെങ്കിൽ ഗേൾസിന് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കില്ലായിരുന്നു പാരൻസ്, അല്ലേ? അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ സമയത്തും കിരണിൻ്റെ ഫാദർ എന്താണ്, ഗേൾസിന് ബോയ്സിനെ പോലെ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ റെഡിയായിരുന്നു. കിരണിന് ഏത് സബ്ജക്റ്റായിരുന്നു? വിച്ച് സബ്ജക്റ്റ് ഹി ലൈക്ഡ് മോസ്റ്റ്? യെസ്, ഹിന്ദി. ഐ ലവ്ഡ് ഹിന്ദി ആൻഡ് സയൻസ്. ഹിന്ദി ആൻഡ് സയൻസ്, ബട്ട് ഐ ഹേറ്റഡ് മാത്സ്. കിരണിന് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സ് സബ്ജക്റ്റ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ടുഡേ മാത്സ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ മൈ വർക്ക്. പക്ഷേ ഇന്ന് കിരൺ ചെയ്യുന്ന ബിസിനസ്സിൽ, കിരണിൻ്റെ വർക്കിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളത് ഏതാണ്? മാത്സാണ്. ഐ കുഡ് നെവർ ഇമാജിൻ ദിസ് ഇൻ സ്കൂൾ. ഇത് സ്കൂളിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു, അല്ലേ? പക്ഷേ ലൈഫിൽ മാത്സ് വളരെ യൂസ്ഫുള്ളായിട്ട് വന്നു. നമുക്കും അങ്ങനെ തന്നെയാണ്. എല്ലാ സബ്ജക്റ്റും നല്ല ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക. മാത്സും അതുപോലെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, വാട്ട് അബൌട്ട് യു? ഡു യു ഓൾസോ ഫൈൻഡ് മാത്സ് ഡിഫിക്കൽട്ട്? കിരണിന് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സ് ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. വാട്ട് അബൌട്ട് യു? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മാത്സ് പഠിക്കാൻ? ഇഫ് യെസ്, റൈറ്റ് യെസ്. നോ, നോ. It is the most difficult thing in your maths book. മാത്സ് ബുക്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന പോർഷൻ ഏതാ? അതിവിടെ എഴുതാം. What do you think the easiest lesson? Which is the easiest lesson in your maths book? Write down here. Okay. When I was young, my father died in an accident. So unfortunately, her father died in an accident. So my mother worked as a servant in some houses. We had a difficult time. അല്ലേ? അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ അമ്മയ്ക്ക് പല വീടുകളിലും വീട്ടുജോലി എടുക്കേണ്ടി വന്നു. എന്താ, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം, എല്ലാത്തിനും. അതൊരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. ഐ ഹാഡ് ടു ലീവ് സ്കൂൾ ആഫ്റ്റർ ക്ലാസ് 8 സ്റ്റാൻഡേർഡ് വരെ അപ്പോൾ കിരണിന് പഠിക്കാൻ പറ്റിയുള്ളൂ. ഐ വാണ്ടഡ് ടു സ്റ്റഡി മോർ ബട്ട് മൈ മദർ ഗോട്ട് മീ മാരീഡ്. കിരണിന് കൂടുതൽ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ അന്നത്തെ സിറ്റുവേഷനിൽ കിരണിന് കല്യാണം കഴിക്കേണ്ടി വന്നു. മൈ ഹസ്ബൻഡ്സ് ഫാമിലി ലീവ്ഡ് ഇൻ എ മഡ് ഹൗസ്. His 2 brothers and his sister did not go to school. He had a tea stall. Husband's family lived in a mud house. ഒരു ഫിനാൻഷ്യലി വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ, അല്ലേ? ഒരു മഡ് ഹൗസിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. His 2 brothers and his sister did not go to school. സ്കൂളിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല, അല്ലേ? അവിടുത്തെ കുട്ടികളൊന്നും. ഹി ഹാഡ് എ ടീ സ്റ്റാൾ. അവരൊരു ടീ സ്റ്റാൾ നടത്തായിരുന്നു. അതായിരുന്നു അവരുടെ വരുമാനം. ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഫോർ എ കപ്പ് ഓഫ് ടീ. Ask people
and find out the cost of a cup of tea at a tea stall at a hotel. Can you see the cost of 1 cup of tea in a tea stall? ഒരു സാധാരണ ടീ സ്റ്റാളിൽ എത്ര രൂപ ഉണ്ടായിരിക്കും ഒരു ഗ്ലാസ്, ഒരു കപ്പ് ടീ? ₹10 ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് റുപ്പീസ് എന്നുള്ളത്? എങ്ങനെയാണ് ₹10? റുപ്പീസ് ഇതായിരിക്കും അല്ലേ? ഇതാണ് റുപ്പീസ് എന്നുള്ള സിമ്പിൾ. ₹10. നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ പാരൻസിനോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കുക എത്ര ആയിരിക്കും എന്നുള്ളത്. അറ്റ് ഹോട്ടൽ, ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു ടീ ഷോപ്പിലാണെങ്കിൽ ഒരു ₹10 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഹോട്ടലിൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ ഒക്കെ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? റേറ്റ് കൂടുതലായിരിക്കും. ഇതിനേക്കാൾ ഡബിൾ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണ്ടായിരിക്കും. സോ അറ്റ് ഹോട്ടൽ ₹25. സാധാരണ നാട്ടിൻപുറത്തൊരു ടീ ഷോപ്പിലാണെങ്കിൽ ₹10, ഒരു ഹോട്ടലിലാണെങ്കിൽ ₹25. അതിലും കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം അറിയുന്നവരോട്. If a person who runs a tea stall earns ₹30 in a day, how much will he earn in 10 days? If a person who runs a tea stall earns ₹30 in a day, ₹30 in 1 day, so how much will he earn in 10 days? Yes, 10 into 30. So what is 10 into 30? 1 into 3, 3. Then 2 zeros, 300 rupees, 300 rupees, 300. And in a month, how many days are there in a month? 30 days. 30 days. So in 1 day, if a person who runs a tea stall earns ₹30 in a day, so in 30 days, 30 into 30, 3 3s are 9, 2 zeros, so ₹900. Okay, then I thought of starting my own business. ഇപ്പോൾ കിരണിൻ്റെ ഹസ്ബൻഡ് ഒരു ടീ സ്റ്റോൾ നടത്തുകയാണ്. അപ്പോൾ കിരൺ വിചാരിച്ചു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ. I thought I should open a bangle shop or a tailor shop. I thought I should open a bangle shop or a tailor shop. അപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങാനാണ് തീരുമാനം. അതൊരു ബാങ്കിൾ ഷോപ്പാണോ ടൈലർ ഷോപ്പാണോ എന്നിങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. ബട്ട് മൈ അങ്കിൾ സെഡ് ദാറ്റ് വി കുഡ് ഏൺ എ ലോട്ട് ബൈ ഓപ്പണിങ് എ ജങ്ക് ഷോപ്പ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ജങ്ക് ഷോപ്പ് തുടങ്ങിയാൽ മതിയെന്ന് അങ്കിൾ പറഞ്ഞു. So in 2001, my mother-in-law and I opened a junk shop. We took a loan of ₹8,000 for the shop. അപ്പോൾ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ചധികം പൈസ നമുക്ക് ചിലവാക്കേണ്ടി വരും അല്ലേ? അതായത് ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു റൂം എടുക്കേണ്ടി വരും, അതിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചർ വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? ഒന്ന് കുറഞ്ഞ് ഫർണിഷ് ചെയ്യേണ്ടി വരും, ആ ഷോപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? അപ്പോൾ അതിന് ഫസ്റ്റ് കുറച്ച് പൈസയുടെ ആവശ്യം വരും. അപ്പോൾ ഒരുമിച്ച് കുറച്ച് പൈസ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലോൺ എടുക്കും അല്ലേ? നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും ഒരുമിച്ച് നമുക്ക് പൈസ ആവശ്യം വരികയാണെങ്കിൽ. അപ്പോൾ ഇവിടെ കിരൺ ആൻഡ് ഹർ മദർ-ഇൻ-ലോ ടുക്ക് എ ലോൺ ഓഫ് ₹8,000 for the shop. Find out what is a loan. Have you ever heard of someone taking a loan? For what? നിങ്ങളുടെ വീട്ടിൽ പാരൻസിനോടൊക്കെ ചോദിച്ച് നോക്കൂ, നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന്. നമുക്ക് വേണ്ടി വരും അല്ലേ? നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് കുറേ പൈസ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും. അല്ലെങ്കിൽ ഹൗസിങ് ലോൺ എടുക്കും. നമുക്ക് വീട് വെക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് പൈസ വേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും. പിന്നെ കുറേശ്ശെ അടച്ച് തീർത്താൽ മതി അതല്ലേ? ഇപ്പം ഫോർ വാട്ട് എന്തിനായിരിക്കും? നമുക്കത് കാർ എഴുതാം. ഫോർ ബൈയിങ് എ കാർ എഴുതാം അവിടെ.
for buying a car. How much loan was taken? എത്ര രൂപ ഒരു കാറ് വാങ്ങിക്കാൻ എത്ര രൂപ ലോൺ എടുക്കേണ്ടി വരും? എത്ര രൂപ എടുക്കേണ്ടി വരും? ഒരു 2 lakh അല്ലേ? കാറ് ഇങ്ങനത്തെ കാറിന് ലക്ഷൂറിയസ് കാറൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് വേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്കൊരു 2 lakh കാറ് വാങ്ങിക്കാൻ ഒരു 2 lakh ലോൺ എടുക്കാം. സോ ഹൗ മച്ച് മണി വാസ് പെയ്ഡ് ബാക്ക്? 2 lakh ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ബാങ്കിലേക്ക് 2 lakh അടച്ചാൽ മതിയോ? നോ. അത് പിന്നെ അതിൻ്റെ കൂടെ എന്തുകൂടി വേണ്ടി വരും? ഇൻട്രസ്റ്റും കൂടി തിരിച്ചടയ്ക്കണം അല്ലേ? ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ലോൺ എടുത്ത എമൗണ്ടും പ്ലസ് ഇൻട്രസ്റ്റ് ഒരു അഡീഷണൽ എമൗണ്ടും കൂടെ തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പോൾ 2 lakh ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും? ഹൗ മച്ച് ലോൺ വാസ് ടേക്കൺ? 2 lakh. 2 and 5 zeros, 2 lakh. How much money was paid back? How much money was paid back? അത് വിത്ത് റെസ്പെക്ട് ടു ദി ബാങ്ക്. ഓരോ ബാങ്കിനും ഓരോ രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? 15%, 18%, 10%, അങ്ങനെ പലതരത്തിലുള്ള ബാങ്കുകളിൽ എത്ര ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണോ അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്കൊരു 15% ഒക്കെ ആണെങ്കിൽ 2 lakhന് 1 ഇയർ കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ എന്ത് വരും? 15% ആണെങ്കിൽ 2,30,000 അടയ്ക്കേണ്ടി വരും. 2,30,000. അപ്പോൾ 30,000 അഡീഷണൽ ആയിട്ട് അടയ്ക്കണം തിരിച്ചടയ്ക്കുമ്പോൾ. അത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. Hariya and Babu want to buy a handcart for rupees 300. Hariya and Babu, farmers, want to buy a handcart for rupees 300. I have taken a loan of rupees 300 from a bank for 6 months. I will pay rupees 51 every month to the bank. I have taken a loan of rupees 300 from a bank for 6 months. I will pay rupees 51 every month to the bank. അപ്പം 300 rupees ലോൺ എടുത്തു. എന്തിനാ? ഒരു ഹാൻഡ് കാർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പക്ഷേ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ബാങ്കിൽ തിരിച്ചടച്ചത്. ബാങ്കിലേക്ക് എടുത്ത ലോൺ തിരിച്ചടച്ചത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ്. എങ്ങനെയാണ്? 51 rupees എവറി മന്ത്. 6 month 51 rupees അടച്ചു. അപ്പോൾ 51 + 51 + 51, how many times? 6 times. 51 into 6, 1 into 6, 6, 5 into 6, 30. 51 into 6. അപ്പോൾ 306 rupees പെയ്ഡ് ബാക്ക്. അപ്പോൾ 300 rupees ലോൺ എടുത്തു, 306 rupees തിരിച്ചടച്ചു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ഓക്കെ. ദെൻ ബാബു, ഇത് ഹരിയാണ്. ഇനി ബാബു, ഐ ഹാവ് ടേക്കൺ എ, രണ്ടുപേർക്കും 300 rupeesൻ്റെ ഹാൻഡ് കാർട്ട് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. ബാബു ചെയ്തത് എങ്ങനെയാണ്? 300 rupeesന് വേണ്ടിയിട്ട് ഐ ഹാവ് ടേക്കൺ എ ലോൺ ഓഫ് rupees 300 ഫ്രം ചുന്നിലാൽ. അവിടെ കടം കൊടുക്കണ ഒരാളുണ്ട്, നാട്ടിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് 300 rupees വാങ്ങിച്ചത്. ആഫ്റ്റർ 6 months ഐ വിൽ പേ ബാക്ക് rupees 360. ഇയാൾക്ക് എത്ര രൂപ തിരിച്ചടയ്ക്കേണ്ടി വന്നു? 360. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ 306 rupees തിരിച്ചടയ്ക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ അവിടെയുള്ള ഒരു നാട്ടിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചപ്പോൾ ലോൺ എടുത്തപ്പോൾ എന്തായി? 360 rupees തിരിച്ചടയ്ക്കേണ്ടി വന്നു. ഹൂ ഹാസ് ടു പേ ബാക്ക് മോർ, ഹരിയ ഓർ ബാബു? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് തിരിച്ചടച്ചത് പൈസ? ഓഫ് കോഴ്സ് ബാബു. ഓക്കെ. People laughed and teased us about our work.
They called it Gandha Kam or dirty business, but I did not think so. I knew this idea would work. People loved and teased. അല്ലേ, ഇവർ നടത്തുന്ന ബിസിനസ് അത്ര നല്ലതല്ല, ഗന്ധാക്കാം, ഡർട്ടി ബിസിനസ്, മോശമായ ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എല്ലാവരും കളിയാക്കി ചിരിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഇവരെന്താ പറയുക, ഇവരുടെ ബിസിനസ് അവർക്ക് നന്നായി നല്ല നല്ല വർക്കൗട്ടായി എന്ന് വെച്ചാൽ നല്ല ഏർണിങ്സ് തരുന്ന ബിസിനസ് തന്നെയാണ് അല്ലേ. എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മളത് നന്നായി വർക്ക് ചെയ്ത് നമ്മളതിൽ ടോപ്പിലെത്തുക, അതാണ് വേണ്ടത് അല്ലേ. ഇതുപോലെ ഈ ബിസിനസ് അത്ര മോശമൊന്നുമല്ല എന്ന് അവരെന്താണ് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് എന്തൊക്കെയുണ്ട്? നൗ വി ഹാവ് എ പക്ക ഹൗസ് വിത്ത് ഇലക്ട്രിസിറ്റി. അപ്പം ഈ ബിസിനസ് കൊണ്ട് തന്നെ അവരെന്തൊക്കെ ഉണ്ടാക്കി? ഒരു പക്ക ഹൗസ്, നല്ല ഒരു കോൺക്രീറ്റ് കെട്ടിടം, നല്ലൊരു വീട് അവരുണ്ടാക്കി. അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. വി ഹാവ് എ ഫ്രിഡ്ജ്, ഇലക്ട്രിസിറ്റി ഉണ്ട്, അപ്പോൾ അവിടെ ഫ്രിഡ്ജ് ഉണ്ട്, ടി വി, ഗ്യാസ് സ്റ്റൗ, മൈ ഹസ്ബൻഡ്സ് ബ്രദർ, സിസ്റ്റർ ആൻഡ് ഓൾസോ മൈ ഡോട്ടർ ഗോ ടു സ്കൂൾ. എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നൗ ഐ ഹാവ് 9 റിക്ഷാസ് ഓഫ് മൈ ഓൺ. ബിസിനസ് ഇനിയും വളർന്നു, കൂടുതൽ കാര്യങ്ങൾ അവർക്കുണ്ട്. എന്തൊക്കെയല്ലേ? ഐ ഹാവ് 9 റിക്ഷാസ് ഓഫ് മൈ ഓൺ. 9 റിക്ഷാസ് ഉണ്ട് സ്വന്തമായിട്ട്. ഐ ഗീവ് ദ റിക്ഷാസ് ഓൺ റെൻറ്റ്, ഈച്ച് ₹4.20 a day. On Sundays, I do not take any money for them. On Sundays, I do not take any money for them. I have 9 rickshaws on my own. I give the rickshaws on rent. റിക്ഷാസ് റെൻറ്റിന് കൊടുക്കും ഓരോരുത്തർക്കായിട്ടല്ലേ. അവരെന്താ ചെയ്യുക? ദിവസം 20 rupees കിരണിന് കൊണ്ടു കൊടുക്കും. ഹൗ മച്ച് ഡസ് കിരൺ ഏൺ 9 rickshaws in a day? For 1 rickshaw, he gets ₹20 per day. So 9 rickshaws, she will earn ₹9 into 20. 9 into 20. 9 2s are 18. Then 10 ₹180. 9 rickshaws റെൻറ്റിന് കൊടുക്കുമ്പം കിരണ് ഒരു ദിവസം ₹180 കിട്ടും. ഓക്കെ, നമുക്ക് ഈ 9 into 180 എങ്ങനെയൊക്കെ ചെയ്യാം? ഹൗ ഡിഡ് യു ഡു ഇറ്റ്? Hey, I will do it like this. 9 times 2, 18. 9 times 2, 18. So 9 into 20, 180. I find this easier. For 10 rickshaws, she will get ₹20 into 10. That is 200. അപ്പം 9 റിക്ഷാസിന് എന്താ വരും? 20 rupees per day. അപ്പോൾ 20 into 10 ഈസിയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ, 200 കിട്ടും. അപ്പോൾ 20 into 9, ഇതിന്നൊരു 20 മൈനസ് ചെയ്താൽ പോരെ. 20 times 10. സോ 20 times 9, ഇതിന്നൊരു 20 മൈനസ് ചെയ്യുക. 200 minus 20, that is equal to 180. Okay, 200, that is 20, 10 times 200 വരും. 10 times 20, 200 വരും. നമുക്ക് 9 times 20, 200 കണ്ടാൽ മതി. 9 times. അപ്പോൾ ഇതിന്നൊരു 20 മൈനസ് ചെയ്യുക. അപ്പോൾ 180. ഓക്കെ, 200 minus 20, which is equal to 180. Once again, 10 20 is 200. 10 into 20, 200. അപ്പോൾ 9 into 20, 200 എന്നൊരു 20 മൈനസ് ചെയ്യുക. 180. ഓക്കെ, 200 minus 20, 180. Do it mentally and write the answer. 2 into 6, 12. So 20 into 6, 2 6 are 12, 120. 2 into 6, 12, then add 1 0, 120. So 3 into 42, how you do this? 3 into 42,
40 into 3, 4 3s are 12, 120. Then 42 into 3, 42 times 3, 40 into 3, 120. പിന്നെ ഒരു 2 times. 2 times 3, what is 2 times 3? 6. So answer 126. 126. Same way here. 4 8s are 32. 320. Then 4 into 81. What is 4 into 80? 4 into 80 is 4 8s are 32. അപ്പോൾ 320. Then 1 into 4, 4. രണ്ടും കൂടി 320 plus 4, 324. Mental calculation. Then 9 into 25. 10 into 25. What is 10 into 25? 250. 10 into 25, 250. അപ്പോൾ 9 into 25 എന്ന് പറഞ്ഞാൽ 250 എന്ന് 25 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 225 കിട്ടും. അതൊരു മെത്തേഡ്. അതർവൈസ് 20 into 9, 2 9s are 80, 180. 9 into 5, 45. 180 plus 45, 225. അങ്ങനെയും ചെയ്യാം. ഇവിടെ അതെ 31 into 9, 30 into 9, 3 9s are 27, 270. 1 into 9, 9. അപ്പോൾ 279. Okay, so find the answers of these questions. Fill in your textbook. Find the answer. Okay. Next is, I have my own small junk shop. I buy junk from junk collectors. They go from house to house and bring junk on hand carts. Then I sell it at the big shop. കിരണിൻ്റെ ബിസിനസ് എങ്ങനെയാണ്? ഈ ജങ്ക് കളക്ടേഴ്സ് വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ജങ്ക്സ് എല്ലാം കിരൺ കളക്ട് ചെയ്ത് വെക്കും. കിരണിൻ്റെ ഷോപ്പിൽ കിരൺ വാങ്ങിച്ചു വയ്ക്കും. എന്നിട്ട് കിരൺ എന്ത് ചെയ്യും? ഇത് വലിയ ഷോപ്പിൽ കൊണ്ടു കൊടുക്കും. അപ്പം ജങ്ക് കളക്ടേഴ്സിന് കിരൺ ഒരു പൈസ കൊടുക്കും. അവർ കളക്ട് ചെയ്തിട്ട് തരുന്ന ജങ്ക്സിന് കിരൺ ഓരോന്നിനും ഒരു റേറ്റ് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കിരൺ ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇരുമ്പ് സാധനങ്ങളൊക്കെ ഒരുമിച്ച് സോർട്ട് ചെയ്യും, പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഒരുമിച്ച് വെച്ച് സോർട്ട് ചെയ്യും, പേപ്പർ ഒരുമിച്ച് വയ്ക്കും. അങ്ങനെ എല്ലാം ഒരുമിച്ച് വെച്ച് ഇതെല്ലാം കൂടെ കുറേ ആയിക്കഴിഞ്ഞാൽ കിരൺ ഇതെടുത്തിട്ട് വലിയ ബിഗ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യും അല്ലേ. ഐ ഹാവ് മൈ ഓൺ സ്മോൾ ജങ്ക് ഷോപ്പ്. ഐ ബൈ ജങ്ക് ഫ്രം ജങ്ക് കളക്ടേഴ്സ്. Then they go from